ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ കാണാറൊക്കെ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പം എന്തായാലും ഒരു കല്യാണം ഉണ്ട്. ഇപ്പം ഫുള്ള് കല്യാണം മാത്രമാണ്. ഇപ്പം ട്രിപ്പില്ല, ഊട്ടി പോക്കില്ല, എവിടെയും പോകണമൊന്നുമില്ല കേട്ടോ. ഫുള്ള് കല്യാണം. അങ്ങോട്ട് തിരിഞ്ഞാലും കല്യാണം, ഇങ്ങോട്ട് തിരിഞ്ഞാലും കല്യാണം. അപ്പം വെച്ചു എന്തിനു വെറുതെ പരിപാടിയൊക്കെ കളയാണ്. എല്ലാവർക്കും ഒക്കെ ഒന്ന് ഉപകാരപ്പെട്ടിട്ട് പിന്നീട് അവർക്ക് എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ എനിക്കൊരു വ്യൂവേഴ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കല്യാണ വിശേഷങ്ങളൊക്കെ കാണട്ടെ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പേഴ്സൻ്റെ ബർത്ത്ഡേ ഉണ്ട്. ഇന്ന് ഫായിമിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഫായിം. സ്റ്റേ ബ്ലെസ്സിങ്. ഒരുപാട് കാലം നല്ലപോലെ ജീവിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇന്നലെ ഫായിമിൻ്റെ അടുത്ത് പോയിട്ട് കാണാം. നിങ്ങളുടെ മകൾ ഷാദിയ നസറിൻ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിനും പകരമായി നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്ത് തന്നതിനെയും ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി തന്നതിനെയും നിങ്ങളിൽ നിന്നും ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു. നമ്മളെ മാച്ചിങ് ഡ്രസ് ഇട്ടിട്ടുള്ള ഒരുപോലെ. എന്താ പാടെ എങ്ങനെയാണ് കല്യാണ വിശേഷങ്ങൾ? ഏതെന്ന് വൈറൽ, സോഷ്യൽ മീഡിയ വൈറൽ കല്യാണം പോരെ. അത് വരുന്നത് പിന്നെ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒരുപാട് കാലം ജീവിക്കാൻ പറ്റട്ടെ. ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ചെങ്ങായി പനി പിടിക്കുകയും ചെയ്തത് അല്ല. ബർത്ത്ഡേ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് തന്നോ? ഈ കാണുന്ന ഒടിച്ചോറ് വെച്ചിട്ട് കല്യാണം എല്ലാരും വന്നിട്ടും തോന്നുന്നു. ഇതേപോലെ കല്യാണം വേണ്ടേ? ഒരു എത്ര വർഷം കാത്തിരിക്കേണ്ടി ഞങ്ങള്? 6 വർഷം. മണവാള ഇങ്ങനെ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ നിൽക്കണേ. ഇതുവരെയായിട്ട് ഇവര് ഫോണില്ല. ഉണ്ടോ? ഓരോരുത്തരൊക്കെ നടക്കും. ഇങ്ങനെ എല്ലാവർക്കും അതിനുള്ളിൽ നിൽക്കണോ? നോക്കാം മതി. ഇതേപോലെ കല്യാണം വേണ്ടേ? ഒരു എത്ര വർഷം കാത്തിരിക്കേണ്ടി ഞങ്ങള്? 6 വർഷം. മണവാള ഇങ്ങനെ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ നിൽക്കണേ. ഇതുവരെയായിട്ട് ഇവര് ഫോണില്ല. ഉണ്ടോ? ഓരോരുത്തരൊക്കെ നടക്കും. ഇങ്ങനെ എല്ലാവർക്കും അതിനുള്ളിൽ നിൽക്കണോ? നോക്കാം മതി. അപ്പൊ അതൊക്കെ എന്നോട് ചിന്തയില്ലേ ടീമായിട്ട് നിൽക്കണ്ടേ.
ദുബായ്ക്കാരുടെ ചെറുക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കണം. ഹായ് ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഹബീബ്. നമ്മളിവിടെ വന്നിട്ടുള്ള ഷാദിന്റെ കല്യാണത്തിലാണ്. ഇതേത് ഓഡിറ്റോറിയം? അപ്പൊ നമ്മുടെ യൂട്യൂബറായിട്ടുള്ള ഹബീബ് ബാക്കി നമുക്ക് അവിടെ ഡാൻസിങ് മിഷൻ. ഏതാ ഡാൻസ് ഫാദുവിന്റെ? ഒന്നും പറയില്ല. അല്ല പിന്നെ ഇനി അടുത്ത വേറെ ഡാൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ദുബായ് കരുത്ത്. അല്ല അല്ല, അടുത്ത ഡാൻസ് ഉണ്ടാവോ? അടുത്ത ഡാൻസ് ഉണ്ടാവും സ്റ്റേജിന്റെ മേലെ. വൈറൽ കല്യാണക്കാര്. ഏതാ ലുക്ക്? 2K കിട്ടും 90 കിട്ടും മാറിക്കണം. ഇല്ല തരൂ ഫുൾ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നോക്കി. ഏതാ ലുക്ക്? ഒന്നിരാണ് നടന്നു. എന്താ കളിക്കല്ലേ? എന്താണ് അത്? അടിച്ചോക്ക്, ഞാൻ അടിച്ചോക്ക്. എന്താണ് എനിക്ക് പറയാനുള്ളത്? അനക്ക് എന്താ പറയാനുള്ളത്? അതെ അതെ, കാറ്. പുതിയാപ്പിള വന്ന കാറ് വേണ്ടില്ല, കിടക്കണില്ലേ? ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? ഞാനൊരു ഗിഫ്റ്റ് എന്താണ് സ്വീകരിക്കോ? എന്താണ് 20ാമത്തെ വയസ്സേക്ക് കിടന്നിരിക്കുന്നത്? എന്താണ് പറയാനുള്ളത്? എന്ത് പറയാ, പ്രായം കൂടി വരുന്നുണ്ട്. ലൈഫ് എന്ത് സെറ്റാകണം. അതേ പറയാനുള്ളൂ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ വരാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എനിക്കൊരു കിടിലൻ സർപ്രൈസ് എനിക്ക് തരാൻ പ്ലാനുണ്ട്. അങ്ങനെ ഒരു കിടില വെയിറ്റ് ഫുൾ ടീമുണ്ട്. തലശ്ശേരി ഫുൾ ടീമുണ്ട്. എടാവാ സുഖല്ലേ മുത്തമ്മ? ഹായ് ഫൈമേ ഇജിപ്പി ഒരുപാട് ഷർട്ടുണ്ട് കണ്ടില്ലേ? ഇപ്പൊ പേരക്കുട്ടിനാണ് സന്തോഷത്തിലേട്ടാ. അതാ നടക്കണം. ഇത് കാണുന്ന അളിയൻ. സന്തോഷം. ഓലയിന് ഫുൾ ടൈം ഉണ്ട് എൻ്റെ വീഡിയോയില്. ഫാനാണ് എപ്പോഴും കാണാത്ത നമ്മള്. പിന്നെ നമ്മളെ തൊട്ടടുത്ത് കടയിൽ നിൽക്കുന്ന അവർക്ക് നമ്മൾ അറിയില്ല. 19 വയസ്സ് പോയിട്ട് 20ാമത്തെ വയസ്സ് തുടങ്ങി. അതെ ഇന്ന് ബർത്ത്ഡേ ആളി എപ്പോ ഒരു വിഷയം എനിക്ക് ഹാപ്പി ബർത്ത്ഡേ. ചെലവ് ഹലോ ഫാദു എന്താണ് അളിയനോട് പറയാനുള്ളത്? നമസ്കാരം. ന്യൂ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു അളിയൻ വരാണ്ട്. ന്യൂ അളിയൻ. ലെസ് വെൽക്കം വിളിയ വ്ലോഗിൽ ഉൾപ്പെടുന്ന ആദ്യത്തലയോട് വിളിക്കാം. ഹലോ ഗൈസ്, ദിസ് ഈസ് മൈ ഹസ്ബൻഡ്. ഇതിന്റെ മുന്നേ ഞങ്ങളെ വ്ലോഗ് എല്ലാരും ചോദിക്കുന്നുണ്ട് നിങ്ങളെ വീഡിയോ. എല്ലാരും ചോദിച്ചോണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിൽ ആകെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് നായകന്മാരെ. 1 മില്യൺ വീഡിയോ. 1 മില്യൺ 2 മില്യൺ. ഇതാണ് നമ്മളെ ജർമ്മൻ പുതിയാപ്പിള. ഞാൻ വിചാരിച്ചു സത്യം പറയല്ല കുറച്ച് ജാടുള്ള ടൈപ്പ് വിചാരിച്ചു. പക്ഷേ എങ്ങനെയാണത്? അല്ല സെയിം വൈബൻ ഉണ്ട്. സെയിം വൈബൻ ഉണ്ട് പറയാം. എന്തെങ്കിലും പറയാം. ഇതാണ് ഹംദ പോലെ. ഹംദാൻ പാട്ട് പാടി കൊടുക്ക്. ഹംദാൻ ഒരു പാട്ട് പാടിക്കുന്നത്. ഞങ്ങളെ ഫോട്ടോ എടുക്കുക. എടുത്ത് നോക്കട്ടെ. ഇവിടെ വാ കാണിച്ചു തരുമോ? ഇവിടെ വാ. ഓക്കെ, ഫോട്ടോ എടുത്തായി. ഇതാണ് ഇക്കാക്കാൻ്റെ വണ്ടിട്ട. ഇക്കാക്ക പൊന്നു പോലെ കൊണ്ടുനടക്കുന്ന ഇക്കാക്കാൻ്റെ വണ്ടിയാണിത്. ആഹാ, ഇപ്പത്തെ കോലം നോക്കിയാ. കേറി ഡ്രൈവർ സുഖു പോലെ.
എന്താ പറയുക പരിപാടി അപ്പൊ അല്ല ഹംദാൻ നമ്മളെല്ലാവരും വീട്ടിൽ പോയി പരിപാടി കഴിഞ്ഞ് എന്താണ് പറയുന്നത് വെച്ചിട്ടിരിക്കാണ്. അപ്പൊ ഞാൻ അടുത്ത വ്ളോഗിൽ കാണാം. ഷാനപ്പെണ് എത്ര അറിയില്ല, പക്ഷെ കിട്ടിയിട്ടില്ല. എന്താണ് ഹംദാന്റെ വ്ളോഗ് ഞാൻ കണ്ട്. ഞാൻ സബ്സ്ക്രൈബർ ഫാമിലിയാണ്. നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. എത്ര ചാനൽ അത്രയും അതെ എല്ലാരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും. ഹംദാൻ അടിപൊളി പാട്ടാണ് പാടുന്നത്. അടിപൊളി ട്രെൻഡിങ് പാട്ടുകൾ പാടാണ് രണ്ടുപേര്. അവർക്ക് ചമ്മല് ആരുണ്ടോ? അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ സുന്ദരന്മാരായിരിക്കുന്നു എല്ലാരും. ഹായ് ടാറ്റ. അവരെന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടോ എന്തോ കാണിച്ചെടുക്കണ്ട്. ഇവരെല്ലാരും ഗായകന്മാരാണ്. നിങ്ങൾക്ക് അടിപൊളി പാട്ട് എടുത്തത്. എനക്കും വേണ്ട അതേപോലെ എണ്ണോ എത്ര സത്യം പറയാലോ സൂപ്പർ സ്റ്റാർ കാണാൻ കേട്ടാ. ഏജ് വെറും നമ്പർ ഓഫ് ദ വീട്. അല്ലാഹു തആല ഹൈറും ബർക്കത്തും നൽകട്ടെ. വേറെന്താ പറയാനുള്ളത്? എന്റെ സബ്സ്ക്രൈബർ ഫാമിലിയോട് എന്താ പറയുന്നത്? നിങ്ങൾ എപ്പോഴും ആരോഗ്യമുള്ള ഒരു ജനതയായി തീരണമെങ്കിൽ വ്യായാമം ശീലമാക്കുക. അപ്പൊ അങ്ങനെ അതാവുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എപ്പോഴും ഒരു നമ്മൾ ചെറുപ്പത്തിൽ ചെയ്താലാണ് വയസ്സാകുമ്പോ നമ്മളെ മൈൻഡ് നടക്കാൻ പറ്റും. ഒരു പ്രൗഡ് തോന്നുന്നു കാണുമ്പോ. എങ്ങനെയാണ് സുപ്രഭാതം പരിപാടി എങ്ങനെ പോണ്ട് ഇപ്പൊ? മുന്നോട്ട് പോകുന്നുണ്ട്. എന്നൊരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ. ഈ BM-ന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ നോക്കണ്ടത് ഏതപ്പോ കോസ്റ്റ്യൂം? അല്ല തിരിച്ചെന്നാണ് ഖത്തറിലേക്ക് പോണത്? തിങ്കളാഴ്ച. ഒരു ബൈ ബൈ. കല്യാണാണ്. വേറെന്താ പറയാനുള്ളത്? വന്ന എല്ലാരോടും നന്ദി പറയും. താങ്ക് യു. എന്താണ് എന്റെ മോളെ കല്യാണം വിജയിപ്പിച്ചല്ലോ. ഇതാരാ? ബൈ ബൈ. പോട്ടെ. നീ കുറച്ച് സെക്കൻഡ് വരണ്ട്. അമ്മ വരണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ ബൈ ബൈ. നിങ്ങളുടെ മകൾ ഷാദിയ നസ്രിൻ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിനും പകരമായി നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്ത് തന്നതിനെയും ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി തന്നതിനെയും നിങ്ങളിൽ നിന്നും ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു. സുൽത്താനല്ലേ